ഹലോ ഹായ് നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രസീദ് മധുസൂദനൻ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കുഞ്ഞു കാര്യം, ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഐഡന്റിറ്റി 2025 റിലീസായ ആദ്യ ബിഗ് ബഡ്ജറ്റ് മലയാള ചിത്രമാണ് ഐഡന്റിറ്റി. ഇതിൻ്റെ ഡയറക്ഷൻ രണ്ടുപേരാണ്, അഖിൽ പോൾ, അനസ് ഖാൻ. അതുപോലെ തന്നെ മെയിൻ റോൾ ചെയ്തിരിക്കുന്നത് ടോവിനോ തോമസ്. ഈ സെയിം ടീമിന്റെ തന്നെ ചിത്രമായിരുന്നു ഫോറൻസിക്. ഫോറൻസിക് അത്യാവശ്യം നല്ലൊരു വിജയം തന്നെയായിരുന്നു. സെയിം അതുപോലെ തന്നെ നമുക്ക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഫിലിം തന്നെയാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാ മേഖലയും ഒന്നിനൊന്നും മികച്ചു നിൽക്കുവാണെന്ന് തന്നെ പറയാം. ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിലും അവരുടെ മേക്കിംഗ് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ്. ഒരു ഹോളിവുഡ് സ്റ്റൈൽ മേക്കിംഗ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫ്രെയിംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല നല്ല അടിപൊളി നല്ല ഫ്രെയിംസ് ആണ്, ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് ആണ്. സീൻ ബൈ സീൻ ഓർഡർ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് അതിന്റെ എഡിറ്റിംഗ് ചമൻ ചാക്കോയാണ് എഡിറ്റിംഗ്. സിനിമാറ്റോഗ്രാഫി അഖിൽ ജോർജ് ആണ്. പിന്നെ BGM അതിന്റെ മ്യൂസിക് നമ്മുടെ ജേക്സ് ബിജോയി ആണ്. അപ്പം അവരെല്ലാം അവരുടെ ഡിപ്പാർട്ട്മെന്റ്സ് നല്ല അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുന്നത്, നല്ല, ഞാൻ പറഞ്ഞില്ല, ഒരു ഹോളിവുഡ് സ്റ്റൈൽ മേക്കിംഗ് ആണ് പടം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. പിന്നെ ടോവിനോയുടെ ആ ഒരു മെയിൻ റോൾ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് പിന്നെ ഈ സ്റ്റൈലിഷ് ക്യാരക്ടേഴ്സ് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പുള്ളി ഓൾറെഡി തെളിയിച്ചിട്ടുണ്ട്. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു ഫിലിമാണ്. പിന്നെ ഇതിന്റെ ഒരു തീം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി താൻ കണ്ട ഒരു കൊലയാളിയുടെ രൂപം ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിനോട് പറയുന്നിടത്താണ് അങ്ങനെയാണ് ഇതിന്റെ കഥ ആരംഭിക്കുന്നത്. അപ്പൊ ടോവിനോയാണ് ആ സ്കെച്ച് ആർട്ടിസ്റ്റിന്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറച്ച് പുതിയ പ്രൊഫഷൻസ്, ഈ സ്കെച്ച് ആർട്ടിസ്റ്റ് നമ്മൾ അധികം അങ്ങനെ ചിത്രങ്ങൾ മലയാള സിനിമകളിൽ കണ്ടിട്ടില്ലാത്ത കുറച്ച് മേഖല ഉണ്ട്. സ്കെച്ച് ആർട്ടിസ്റ്റ്, സ്കൈ മാർഷൽ, എയർ ട്രാഫിക് കൺട്രോൾ, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പുതിയ കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് നല്ലതാണല്ലോ. പിന്നെ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ആണ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എൻഗേജിംഗ് ആണ്, ഭയങ്കര ത്രില്ലിംഗ് ആണ്. ഓരോ സെക്കൻഡും അടുത്ത് നെക്സ്റ്റ് എന്തായിരിക്കും, വാട്ട് ഈസ് നെക്സ്റ്റ്, നമ്മൾ ആ ഒരു ഇതിൽ നമ്മളെ മുഴുകിയിരിക്കും. ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് നമ്മളെ പ്രേക്ഷകരെ ആ ഒരു എൻഗേജിങ് രീതി തന്നെ പടം കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അത് ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫൈറ്റ് ആണ്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ അങ്ങനെ അധികമൊന്നും കാണാത്ത രീതിയിലുള്ളതാണ് പിന്നെ നമ്മുടെ ഫ്ലൈറ്റിനകത്തൊരു ഫൈറ്റ് ഉണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അങ്ങനെ മലയാള സിനിമയ്ക്കകത്ത് അധികമായിട്ട് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു കാര്യം. പിന്നെ ചേസിങ് സീൻ ആണെന്നുണ്ട്, അതെല്ലാം നല്ല പക്കയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇതിന്റെ പടം കണ്ടാൽ തന്നെ നമ്മുടെ റിച്ച്നെസ് ഫീൽ ചെയ്യും. ഭയങ്കര ബിഗ് ബഡ്ജറ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്കത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ ഫസ്റ്റ് ഹാഫ് മുന്നോട്ട് പോകുന്നത്. സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴത്തേക്ക് എന്താണ്, ഇവര് സ്ക്രിപ്റ്റില് നല്ല രീതിയിൽ സ്ക്രിപ്റ്റിൽ ഓവർ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പ്രാവശ്യം എഴുതി പിന്നെ പൊളിച്ചു പിന്നെ എഴുതി, അങ്ങനെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആ സ്ക്രിപ്റ്റില്. അപ്പൊ അങ്ങനെ ഈ അധികമായാൽ അമൃതും വിഷം എന്നൊരു ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പൊ എനിക്ക് സെക്കൻഡ് ഹാഫിൽ എനിക്ക് ചില പോർഷൻസിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതായത് പ്രേക്ഷകനെ ഓവറായിട്ട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്, അത് അവർ മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അത് എത്ര പേർക്ക് ദഹിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ ഡൗട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു ഫിലിം കണ്ടോണ്ടിരിക്കാൻ നേരം നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നതിന് ലിമിറ്റ് ഇല്ലേ? നമ്മുടെ തലച്ചോറിനൊക്കെ ഒരു കാര്യം മനസ്സിലാക്കി ലിമിറ്റ് ഉണ്ട്. അപ്പൊ ഈ സെക്കൻഡ് ഹാഫിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ച് ഓവറായിട്ട് ഒരു കൺഫ്യൂഷൻ, ഒരു കോംപ്ലക്സിറ്റി ഈ പ്രേക്ഷകനെ ഇവര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ചിലർക്ക് ഉൾക്കൊള്ളാവുന്നതിൽ അധികമാവുന്ന ഒരു രീതിയിലേക്ക് സെക്കൻഡ് ഹാഫിൽ ചില സീൻസിലൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ചെറിയൊരു കല്ലുകടി ആയിട്ടുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഹാഫിലെ കാര്യമാണെന്നുണ്ടെങ്കിലും ക്ലൈമാക്സ് ആണെന്നുണ്ടെങ്കിലും ബാക്കി എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ടിംഗ് വൈസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ടോവിനോ ആസ് യൂഷ്വൽ പുള്ളിയുടെ ക്യാരക്ടർ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്തെ ഹീറോയിൻ വന്നിട്ട് തൃഷയാണ് ചെയ്തിരിക്കുന്നത്, തൃഷ കൃഷ്ണൻ, തമിഴ് ആർട്ടിസ്റ്റ്. തൃഷയുടെ റോൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, വിനയ് റോയ്, എൻ്റെ പൊന്നെ, വിനയ് റോയ് എന്ന് വെച്ചാൽ അസാധ്യ ആർട്ടിസ്റ്റാണ്. ഞാൻ പുള്ളിയുടെ ഉന്നാലെ എന്നൊരു തമിഴ് ഫിലിമുണ്ട്, അതിനകത്ത് ജൂൺ പോന ജൂലൈ കാറ്റ് എന്ന് പറയുന്നൊരു പാട്ടൊക്കെ ഉണ്ട്. ആ പാട്ടിൽ സത്യം പറഞ്ഞാൽ പുള്ളി ആദ്യമായിട്ട് കാണാം. അന്ന് മുതൽ ഞാൻ പുള്ളിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ്. നല്ല ഒരു എന്താ പറയുന്നത്, പുള്ളിയുടെ ഒരു ആക്ടിങ് സ്റ്റൈല്, പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ നല്ല അട്രാക്റ്റീവ് ആണ്. ഈ പടത്തിലും സെയിം അതുപോലെ തന്നെ. എനിക്ക് തോന്നുന്നു ചില സീൻസിലൊക്കെ ടോവിനോയെ പോലും ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ പുള്ളി ആക്ട് ചെയ്തിട്ടുണ്ട്. വിനയറുടെയൊക്കെ ആ പുള്ളിയോടൊക്കെ എന്താ പറയുന്നത്, ആ ഒരു കാലിബർ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഫിലിമിൽ. പിന്നെ ഷമി തിലകനുണ്ട്, പിന്നെ ആർട്ടിസ്റ്റുകൾ ഒത്തിരി പേരുണ്ട് ഇതിനകത്ത്. പിന്നെ നമ്മുടെ മന്ദിര ബേദി,
മന്ദിരാബേദി ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. മന്ദിരാബേദിയുടെ ഡബ് ചെയ്തേക്കുന്നത് ലേനയാണ്. വോയിസ് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷമി തിലകനുണ്ട്, അതുപോലെ തന്നെ മേജർ രവി ഉണ്ട്, പിന്നെ നമ്മുടെ ബെഡായി ആര്യയുണ്ട്, അർച്ചന കവിയുണ്ട്. എല്ലാവരും അവരുടേതായിട്ടുള്ള റോളുകൾ എല്ലാവരും നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഒരു ചെറിയ കല്ലുകടി എനിക്ക് ഫീൽ ചെയ്തത് അജു വർഗീസ് ക്യാരക്ടർ വൈസ് അദ്ദേഹം ഓക്കെയാണ്, ഏത് ക്യാരക്ടർ കൊടുത്താലും നന്നായിട്ട് അദ്ദേഹം ചെയ്യും. പക്ഷേ ഇതിനകത്ത് അദ്ദേഹത്തിന്റെ മേക്കപ്പ് എന്തോ ഒരു ബോറായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു വല്ലാത്ത രീതിയിലുള്ള കൃതാവ്, മീശ, എന്തൊക്കെയോ മേക്കപ്പിനകത്ത് എന്തൊക്കെയോ പുതുമ അവർ കാണിക്കാൻ ശ്രമിച്ച, പക്ഷെ അത് അതിന്റെ റിസൾട്ട് ഇച്ചിരി ബോറായിട്ട് വന്നിട്ടുണ്ട്. അതൊരു ചെറിയ ആക്ടർ വൈസ് ഒരു ചെറിയ കല്ലുകടി പോലെ തോന്നി. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചില മിസ്റ്റേക്സ് ഒഴിച്ചു നിർത്തുവാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഐഡന്റിറ്റി എന്ന് പറയുന്ന പടം. അത് ഏറ്റവും നല്ല തിയേറ്റർ, നല്ല സൗണ്ട് ക്വാളിറ്റി ഒക്കെ എന്ന് പറഞ്ഞാൽ പക്കയാണ്. അപ്പൊ ആ ഒരു ഡോൾബി അറ്റ്മോസ് സിസ്റ്റത്തിൽ തന്നെ കാണാൻ ശ്രമിക്കുക. നല്ല ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ പറയാം, ഇതുപോലത്തെ സെക്കൻഡ് ഹാഫിലെ കുറച്ച് 1-2 കല്ലുകടികൾ ഒക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ, പിന്നെ ഇതിനകത്ത് ചില ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ചില രീതികൾ OTT ഇറങ്ങുമ്പോഴത്തേക്ക് ചില ട്രോളുകളായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമോ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നുള്ള ഒരു രീതിയിൽ ചില സീൻസിൽ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ അങ്ങനത്തെ ഒരു രീതി വരുന്നുണ്ട്. പക്ഷെ അതൊന്നും പടത്തിന്റെ ഒരു ഓവറോൾ ക്വാളിറ്റിയെ ഒന്നും ബാധിക്കുന്നില്ല, റിസൾട്ടിനെ ഒന്നും ബാധിക്കത്തില്ല. സോ 2025 ആദ്യം ഇറങ്ങിയ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഈ ഫിലിം 2025 ആദ്യം സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സൂപ്പർ ഹിറ്റ് ആവും എന്തായാലും, അതിനുള്ള കാര്യങ്ങൾ അവരതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താ പറയുന്നത്, മലയാള സിനിമയ്ക്ക് ആകെ മൊത്തത്തിൽ 2025 ഒരു നല്ല വർഷമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച 9-ാം തീയതി ഞാൻ ഒരു കുഞ്ഞു വേഷം ചെയ്ത ആസിഫ് അലി ചിത്രത്തിന്റെ പേര് രേഖാചിത്രം എന്നാണ്. അത് റിലീസ് ആവുന്നുണ്ട് അടുത്ത വെള്ളിയാഴ്ച 9-ാം തീയതി. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.